എല്ലാവർക്കും നമസ്കാരമുണ്ടേ. നമ്മളെല്ലാവരും കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥയൊന്നും സെറ്റായി വന്നില്ല. അപ്പോഴിതാ 2025 ആദ്യത്തെ മഴ ഞാനിന്ന് നനഞ്ഞിരിക്കുകയാണ്. താഴ്വാരങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഇവിടെ ചെറുതായിട്ടൊന്നും മഴ ചാറുന്നതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ പതിവ് പോലെ സോളോ ക്യാമ്പിങ്, നമ്മൾ സൂര്യാസ്തമയം കണ്ട് വൈകുന്നേരം കൂടി ഇരിക്കുന്നു. ഇന്നിപ്പം സൂര്യാസ്തമയം കാണാനുള്ള സാധ്യതയൊന്നുമില്ല. മൊത്തത്തിൽ താഴോട്ടൊക്കെ നോക്കി മൊത്തത്തിൽ മഞ്ഞ് കയറിപ്പോയി. മഞ്ഞല്ല, ഒരു മൂടിയ ഒരു മൂടൽമഞ്ഞ് കണക്കൊരു സംഭവം കയറി. അപ്പോൾ നമ്മൾക്ക് ടെൻറ്റിൽ പോയിട്ട് രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. താഴെ ആ മഴ പെയ്ത് തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നാളെ രാവിലെ നമ്മൾ സൂര്യോദയം കണ്ട് അതോടൊപ്പം ഒരു കട്ടനും കൂടി വെച്ചടിച്ചിട്ട് രാവിലെ പോകുന്നു. നമ്മൾ പകുതി വഴി എത്തിയതേ ഉള്ളൂ. നല്ല അടിപൊളി മഴ. ഞാൻ ചെറിയൊരു കട കണ്ട അങ്ങോട്ട് കയറി എന്നതാണ്. ജാക്കറ്റൊന്നും എടുത്തില്ലല്ലോ. നമ്മൾ ഈ വേനൽക്കാലത്ത് അറിയത്തില്ലല്ലോ ഇമാതിരി മഴ പെയ്യുമെന്ന്. ഈ മലയുടെ മുകളിലോട്ടൊക്കെ നല്ല മഴ പെയ്യും. നമുക്കിത് ഈ ഭാഗത്തായിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ മഴയൊന്നും പെയ്തില്ല കേട്ടോ, ചെറിയൊരു ചാറ്റമഴയേ ഉള്ളൂ. താഴ്ഭാഗത്തോട്ടൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെ നമുക്ക് മഴ പെയ്യോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ടെൻറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ അത്ര വ്യൂ ഉള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ ജസ്റ്റ് ഒരു ടെൻറ്റ് വയ്ക്കാനും പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ നല്ല വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങ് മുമ്പോട്ട് നടന്ന് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് സൂര്യാസ്തമയം നല്ലപോലെ കാണാൻ പറ്റും മുമ്പോട്ട് പോവുകയാണെങ്കിൽ. അതേപോലെ തന്നെ സൂര്യോദയവും. ഇന്നിപ്പം സൂര്യാസ്തമയം ആപ്പാടെ കുളമായി. നല്ല മഴ പെയ്തു കേട്ടോ. താഴ്ഭാഗങ്ങളിൽ നല്ല തണുപ്പ്. ഇവിടെയൊക്കെ ലൈറ്റായിട്ടൊന്ന് പെയ്തു പോയതേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു വേലിയുണ്ട്. അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. താഴോട്ട് നോക്കി. ഇതിപ്പോൾ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിപ്പോയി. മൊത്തം ഫോഗ് കയറിയ പോലെയായിപ്പോയി. എത്രമാത്രം ദൂരം അതുകൊണ്ടോ. അവിടെ ആ ഹൈറ്റിൽ അങ്ങ് ദൂരെ മലകൾ കണ്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. നോക്കിയേ, മഴ മൂടൽ മൊത്തത്തിൽ മഴക്കാർ നല്ല കയറി മഴ പെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുക. നല്ല കാറ്റ്. മഴ പെയ്യണമെങ്കിൽ ആലിപ്പഴം വീഴും. അടിപൊളി. താഴോട്ട് നല്ല കുഴിയാണേ. ഞാൻ കുറച്ചും കൂടെ മാറി നിൽക്കുകയാണ്. ഈ നല്ല കാറ്റും കൂടിയുണ്ട്. ചിലപ്പം താഴോട്ട് പോകണ്ട. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മഴ പെയ്താൽ മൊത്തം കുളമാവും. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നതൊക്കെ കുളം നല്ല അടിപൊളിയാണ്. നമ്മൾ യാതൊരുവിധ മഴ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. യാതൊരുവിധ സംഭവം മഴയ്ക്ക് വേണ്ട ഒന്നും എടുത്തിട്ടില്ല. റെയിൻകോട്ടോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു ഫ്രെയിം അടിപൊളിയല്ലേ? ആ സൂര്യാസ്തമയം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായേനെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരുന്നിട്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ആ ദൂരോട്ട് നോക്കിയിരിക്കാം. വേറെ കാര്യമൊന്നുമില്ല, നമ്മൾക്ക് രാത്രിയിൽ എന്തുണ്ടാക്കി കഴിക്കാം എന്നുള്ള കാര്യം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഇരുട്ടാകട്ടെ. ഒരു ഇരുട്ടായിട്ട് നമ്മൾക്ക് അങ്ങോട്ട് പോയിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം. ഈ നിലത്തിന് നല്ല ചൂടാണല്ലോ. ഒരു വക ഈ ചെറിയൊരു ചാറ്റമഴ പെയ്തതിൻ്റെ ഒരു പുഴുങ്ങിയ അവസ്ഥയുണ്ട്. നല്ല ഒന്ന് തണുക്കട്ടെ സംഭവങ്ങളൊക്കെ. ഭൂമിയൊക്കെ ഒന്ന് തണുത്തിട്ട് നമ്മൾക്ക് അങ്ങോട്ട് പോകാം. അതേപോലെ നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാമല്ലോ. അവിടെ ഒരു ചെറിയ ടൗണൊക്കെ കാണുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും അവിടുത്തെ ലൈറ്റുകളൊക്കെ കണ്ടിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് പോകാം. അഥവാ മഴ പെയ്യോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയാമല്ലോ. പെയ്തു കഴിഞ്ഞാൽ ചെറിയ മഴയൊന്നും ആയിരിക്കത്തില്ല. ഈ പരിപാടികളൊക്കെ കണ്ടിട്ട് നല്ല മഴ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ആകെപ്പാട് സീനാവോ? ചെറിയൊരു കാറ്റുണ്ട് കേട്ടോ. അത് നമ്മൾ എവിടെ ക്യാമ്പ് ചെയ്യാൻ പോയാലും വൈകുന്നേരം ഒരു കാറ്റ് അതെന്തായാലും ഉണ്ടാവും. അതൊരു കുറച്ച് ആ ഇരുട്ടാവുന്നതോടുകൂടി കാറ്റ് പോകും. ആ ഭാഗങ്ങളിലൊന്നും ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു ടൗണ് കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ.
മുകൾ ഭാഗം നല്ല തെളിഞ്ഞിട്ടാണ് സൈഡിലോട്ടൊക്കെ നല്ല കാർമേഘമാണ്. നല്ല ഇരുട്ടായിട്ടുണ്ട്, നല്ല കാറ്റുമുണ്ട്. നമ്മൾക്കെന്തായാലും താഴോട്ടുള്ള കാഴ്ചകളൊക്കെ അങ്ങ് മങ്ങി മൊത്തം ഒന്നുമില്ല, ഇരുട്ടായിപ്പോയി. അവിടെ ഇങ്ങനെ ദൂരത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്, ക്യാമറയിലൊന്നും കാണുന്നില്ല. നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം. വെളിച്ചൊക്കെ വേണം കേട്ടോ. വേലി വേലി വേലി. ആ കാറ്റ് പെട്ടെന്ന് അങ്ങ് നിന്ന് കേട്ടോ. ഇപ്പം മൊത്തം സൈലൻ്റ് ആയില്ലേ. നമ്മൾക്ക് ഇവിടെ ആയിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം. പുറത്തോട്ടൊന്നുമില്ല, ഇന്ന് മൊത്തം ടെൻറ്റിൻ്റെ അകത്തിരിക്കാം. നമ്മൾക്ക് പുറത്തൊക്കെ ഇരുന്ന് പണിയാക്കണ്ട. അപ്പോൾ വണ്ടിയിൽ നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ ടെൻറ്റ് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. മഴ പെയ്യത്തില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറ്റും, ഈ കാറ്റുണ്ടെങ്കിൽ ആ മേഘം കാറ്റിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ചിലപ്പം കാറ്റിൻ്റെ കൂടെ മഴയങ്ങ് വരും. എന്തെങ്കിലുമൊക്കെ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല, നമ്മുടെ പുറകിലോട്ട് കാടാണ് കേട്ടോ. പുല്ലിനൊക്കെ ഒന്ന് മിണ്ടിക്കൂടി. എന്തോ തേളൊക്കെ ഇറങ്ങും കേട്ടോ ഈ സമയത്ത്, വൈകുന്നേരം ആകുമ്പോഴേക്കും. ഈ പൊടിക്കാത്ത മഴ പെയ്താലുണ്ടല്ലോ, പിന്നെ ഈ സംഭവങ്ങളൊക്കെ അങ്ങ് കളഞ്ഞാൽ മതി. ഈ ചെളിവെള്ളമായിരിക്കും വരുന്നത് ഈ മരത്തേന്നൊക്കെ. ആ കാറ്റും ബഹളമൊക്കെ അങ്ങ് നിന്ന് കേട്ടോ. ഇനിയിപ്പം എന്താവുമെന്ന് അറിയത്തില്ല. എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും. പല പല കേസുകെട്ടുകളൊക്കെയാണ്. സമയം കിട്ടില്ല. സമയം കിട്ടുമ്പോൾ നല്ല സ്ഥലം കിട്ടില്ല. സ്ഥലം കിട്ടുമ്പം കാലാവസ്ഥ ശരിയാകില്ല. ഇന്നിപ്പോൾ സമയം കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ്. പകുതി വഴിക്ക് മഴ നനഞ്ഞ്. നമുക്ക് മഴക്കാലമാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് തയ്യാറെടുപ്പോടുകൂടി വരാം. ഇത് പ്രതീക്ഷിക്കാതെ ഉള്ള മഴയായിട്ട്. മുട്ടയൊക്കെ ഉടഞ്ഞൊരു പരുവായി. മഴ പെയ്യോ? ചെറിയൊരു ചാറ്റമഴ പെയ്യുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതും പൊട്ടി. എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കണം. ആണോ പരപരാന്നിരിക്കണം. അപ്പം അതുപോലെ തന്നെ ചിക്കൻ മസാല ഇടുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എല്ലാം നമ്മുടെ അടുത്ത് എല്ലാ പൊടികളെല്ലാം കുറച്ച് കുറച്ച് ഇടുന്നു. സംഭവം സെറ്റാവും. മാജിക് മസാല ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇതാണ് ബോൾ ബന്ന്, വളരെ ചെറിയ ബന്ന്. ഇനി നമുക്ക് ഇവന്മാരെല്ലാം ഒന്ന് നിർത്തി പൊരിച്ചെടുക്കാം. അടിവശം ഒന്ന് കരിയട്ടെ. കുറച്ച് പ്രാണി കയറി. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ നിൽക്കുക. മാക്സിമം വീഡിയോ മൊത്തമായിട്ടൊക്കെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ
എന്തായാലും വീഡിയോ ഉണ്ടാകും, ആഴ്ചയ്ക്ക് ഓരോന്ന്. കഴിഞ്ഞ ആഴ്ച ഒന്നും ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്ഥലമൊന്നും കിട്ടിയില്ല. മഴ പെയ്യുമോ? ആ തണുപ്പ് മാറി ഒരു ഉഷ്ണമായി. ഇപ്പം നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ ആയിരിക്കും. പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. ആ പുല്ല് ഭയങ്കര പൊടിയാണ്. പോരാത്തതിന് ആ മഴ പെയ്തതിന് പുല്ലിനൊക്കെ ചെറിയൊരു നനവുമുണ്ട്. നമ്മുടെ ബാൾ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ വെച്ചാൽ സംഭവം പൊള്ളിപ്പോവും. അടുത്ത് നമുക്കൊരു കട്ടണം കൂടി വയ്ക്കാം. ക്യാമ്പ് ചെയ്യാൻ വേണ്ടി സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. മെയിനായിട്ട് ഗൂഗിൾ മാപ്പ്, അതാണ് ഏറ്റവും നല്ലത്. ഗൂഗിൾ മാപ്പിൻ്റെ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വെർഷൻസ് ഉണ്ടല്ലോ. അതൊക്കെ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് അവിടെയൊക്കെ എന്നതൊക്കെ ഉണ്ട്, കല്ല്, മല, എവിടെയൊക്കെ നല്ല നിരന്ന സ്ഥലമാണോ, ഇതൊക്കെ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാനുള്ള വഴികൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിനകത്ത് നോക്കി സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം ഒന്ന് പോയി നോക്കുക. അതിനുശേഷം നമ്മൾക്ക് പറ്റിയ സ്ഥലമാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ഒറ്റപ്പോക്ക് ക്യാമ്പ് ചെയ്യുക, അടിപൊളിയായിട്ട് തിരിച്ചു വരിക. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ, ആരും അറിയാനും കൂടി പാടില്ല കേട്ടോ. അറിയാൻ വേണ്ടിയല്ല, അതേപോലെ സൈലൻ്റായിട്ട് പോയിട്ട് വരിക. ചില വീഡിയോകളിൽ നമ്മുടെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ നടത്തി സുഖമായിട്ട് ക്യാമ്പ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് വേറെ എവിടെ ഒരു സ്ഥലത്ത് ചെയ്തിട്ട് അവിടെ ചെന്ന് നമ്മൾ ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പം വിവരം അറിയും. നമ്മുടെ ബോൾ ബൺസ്, നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടൻ ബൺസിൻ്റെ അടിവശമൊക്കെ കരിഞ്ഞ് നോക്കട്ടെ. എല്ലാം കരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നാല് കടിക്കേ ഉള്ളൂ, അതനുസരിച്ച് കടിച്ചോണം. തന്നെയൊക്കെ ക്യാമ്പ് ചെയ്യുമ്പോഴേ നല്ല ചൂട് കാപ്പിയൊക്കെ വെച്ചിട്ടേ ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിച്ച് വലിച്ചങ്ങ് കുടിക്കണം. നല്ല രസമല്ലേ? തേളൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. ഈ മഴ ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ടെങ്കിൽ തേളൊക്കെ ഇറങ്ങി വരും. കോപ്പ് ഈ തേള് സംഭവമാണ് കേട്ടോ. ഇത് തേള് ഓടിക്കയറും ഇതിനകത്തോട്ടൊക്കെ. പുല്ല്, ഈ പുല്ലും അത്ര നല്ല സംഭവമൊന്നുമല്ല. ഇതിനകത്ത് ഈ ഉണങ്ങി കിടക്കുന്ന പുല്ല്, ഇതിൻ്റെ ചുവട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ താമസം കാണും. എലികളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നപ്പം നിറയെ എലികൾ. എന്തോ കുയിലോ? ഓ ഓ ഓ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ്. രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ നല്ല സൗണ്ടൊക്കെ കേൾക്കും. പേടിയുള്ളവർ ഈ പരിപാടിക്കൊന്നും ഇറങ്ങരുത് കേട്ടോ. പല തരത്തിലുള്ള സൗണ്ട് കേൾക്കും. വെള്ളിമൂങ്ങ മൂങ്ങുന്നതും നത്തുമൊരങ്ങുന്നതും. ആ മൂങ്ങയുടെ ഒരുപാട് സൗണ്ടുണ്ട്, കേട്ടാ പേടിച്ചു പോകും. ഇതെന്തോ ഒരു സീസൺ, ഒരു ദേശാടന കിളിയും കണ്ടോ? അങ്ങനെ ഈ സീസണിലാണ് ഓ ഓ ഓ കൂട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ സമയമായി, നമുക്ക് ഉറങ്ങാം. 10 മണി ആവാറാകുന്നു. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. മഴയൊന്നും ശക്തമായിട്ട് വരത്തില്ലെന്ന് തോന്നുന്നു.
സമയം 6 മണിയായി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. എണീക്കാൻ തോന്നുന്നില്ലേ, കിടന്നുറങ്ങാൻ തോന്നുന്നു. പോകണ്ടേ. നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് കാപ്പി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോട്ട് താഴോട്ട് പോകാം. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ പോയിരുന്ന് സൂര്യോദയമൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന് കട്ടണ്ടിക്കാം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കുമ്പോഴേക്കും 6:30 ആകും. 6:30 ആകുമ്പോഴേക്കും നല്ല ഒരുവിധം ലൈറ്റാകും. ഇപ്പം നമ്മൾക്ക് കണ്ണ് കാണാം, ജസ്റ്റ് ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നമുക്ക് കാപ്പി അടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് താഴോട്ട് പോകാം. സൂര്യോദയം മൊത്തമായിട്ട് നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ റൗണ്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് ഇന്ന് എല്ലാം കൊണ്ടും പറ്റിയ ദിവസമാണ്. ഇന്നലെ രാത്രി മഴ പെയ്തില്ല. രാവിലെ നല്ല സൂര്യോദയം, ആവശ്യത്തിന് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നതനുസരിച്ച് ആ മഞ്ഞൊക്കെ സാധാരണ മല മുകളിലോട്ട് കയറി വരും. ഇതിപ്പം അവിടെ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ കണ്ടോ. ഇപ്പം അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ്.